ശ്രീ ജോമോൻ പുത്തമ്പുരയ്ക്കൽ, അപ്പോൾ ഏറ്റവും സുപ്രധാനമായ പദവികളിലാണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവി, കിഫ്ബിയുടെ സിഇഒ. അപ്പോൾ ഈ പദവികളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അന്വേഷണത്തെ നേരിടുന്ന സാഹചര്യമാണ് മുന്നിലുള്ളത്. അപ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ ധാർമ്മികമായി ചെയ്യേണ്ടത്? ധാർമ്മികമായി ഇതുപോലുള്ള ആളുകൾ വിവരങ്ങൾ മറച്ചുവെച്ച് സാധാരണ ആളുകളെ പറ്റിക്കുന്നു എന്നുള്ളത് കോടതിക്ക് ബോധ്യമാക്കി കൊടുത്തിട്ടുണ്ട്. സമാനമായ പല വിധികളും ഇതുപോലുള്ള വിവരങ്ങൾ മറച്ചുവെച്ച് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റും ബസ്സുകളും കോടികളുടെ എല്ലാം വന്നിട്ടുണ്ട്. അതായത് കടപ്പാക്കടയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, 3 നില കെട്ടിടത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് 8 കോടി രൂപയോളം വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തത് എന്റെ സഹോദരന്റെ പേരിലായതുകൊണ്ടാണ് എന്ന് കണവായി വിജിലൻസ് കൊടുത്ത മൊഴിയിൽ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഓണർഷിപ്പ് കേസ് KM ഫറാദിന്റെ പേരിലാണ്. അതുപോലെ ബോധ്യപ്പെടുത്തി. അപ്പോൾ കണവായ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുന്നുള്ളതാണ്. അപ്പം 8 കോടി രൂപയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നത് സഹോദരന്റെ പേരിലാണെന്ന് നുണ പറഞ്ഞു. സഹോദരന്റെ പേരിലല്ല, ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഓണർഷിപ്പ്. കൊല്ലം കോർപ്പറേഷൻ കൊടുത്ത ഓണർഷിപ്പ് അത് KM ഫറാദിന്റെ പേരില്ല. ഇതെല്ലാം ആളുകളെ പറ്റിക്കാൻ, ജനത്തെ പറ്റിക്കാൻ നോക്കി, കോടതിയെ പറ്റിക്കാൻ നോക്കി. കോടതി വക്കീലിന്റെ അല്ലാതെ പാർട്ടിയും പേഴ്സണായിട്ട് ഞാൻ നേരിട്ട് തന്നെ ഈ ഏപ്രിൽ 2-ാം തീയതി. ശ്രീ ജോമോൻ പുത്തമ്പുരയ്ക്കൽ, അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയും ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന അനുമാനം ഇതിലേക്ക് വരുന്നുണ്ടോ? പറഞ്ഞു മറ്റൊരു ശിവശങ്കരനായി KM ഫറാദ് മാറും. ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. പക്ഷേ ഈ KM ഫറാദിന് ഇല്ലാത്ത അധികാരം കയറൂരിവിട്ട് ഇതെല്ലാം കിഫ്ബിയുടെ സിഇഒയും മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറികളെ KM ഫറാദിനെ ക്യാബിനറ്റ് റാങ്ക് തന്നെ കൊടുത്തു. ഇതൊക്കെ വിശ്വസിച്ചപ്പോൾ ഗവൺമെന്റിനാണ് ഏറ്റവും വലിയ ക്ഷീണം. അപ്പൊ ഇതുപോലുള്ള ഉദ്യോഗസ്ഥനാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ നിയമവിരുദ്ധമായ അയാളുടെ മക്കളുടെ പേരിലൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട്, ബിനാമി പേരിലൊക്കെ. അപ്പം മസാല ബോണ്ടിൽ എന്താണ് 8%, 9% പലിശക്ക് എടുത്തിട്ട് 2% പലിശക്ക് കുറച്ച് ഇഷ്ടക്കാർക്ക് കൊടുത്തതൊക്കെ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ് മസാല ബോണ്ടിൽ കേന്ദ്ര സർക്കാർ. ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ, 3 കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഹർജിയിൽ ഉണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ വസ്തുവകകൾ, അതിനായി അദ്ദേഹം അടയ്ക്കുന്ന ഭീമമായ ലോൺ തുകകൾ, അതെവിടെ, ആസ്തി വിവരം സംബന്ധിച്ച് കൃത്യമായി ധരിപ്പിക്കൽ ഉണ്ടായില്ല. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കോടതിക്ക് മുന്നിലേക്ക് ഏത് തരത്തിൽ എത്തിച്ചു, കോടതി ഏത് നിലയിൽ പരിഗണിച്ചു എന്നാണ് താങ്കൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം വാങ്ങിക്കുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ തുക ലോൺ അടച്ചത് എങ്ങനെയാണെന്ന് കോടതി ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയുടെയും പെൻഷൻ കാശ്, കോളേജ് പ്രൊഫസറായിട്ടുള്ള അച്ഛനും അമ്മയുടെയും പെൻഷൻ കാശ് കൊണ്ടാണ് ഇതെല്ലാം ലോൺ അടച്ചത് എന്ന് പറയുമ്പോൾ അവര് മരിച്ചിട്ട് അച്ഛനും അമ്മയും 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. അപ്പം അതെങ്ങനെയൊക്കെയാണ്? അത് അമ്മ മരിച്ചിട്ട് 2016